السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ആദരണീയരായ ശ്രോതാക്കളെ, നമ്മുടെ ഇപ്പോഴത്തെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കിടത്തത്തിൻ്റെ രീതിയാണ്. എങ്ങനെ കിടക്കണം, എങ്ങനെ കിടക്കരുത് എന്നുള്ളതാണ്. കമിഴ്ന്ന് കിടക്കുന്നതിനെപ്പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇന്ന് മലർന്ന് കിടക്കുന്നത് അതുകൊണ്ട് വല്ല നേട്ടമുണ്ടോ അല്ല വല്ല സൈഡ് എഫക്റ്റുകളുമുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചർച്ചാ വിഷയം. ലൈൻ ഓൺ ദ ബാക്ക്. അപ്പോൾ ഈ പറയുന്നത് ഒരുപാട് പറയേണ്ടടുത്ത് വളരെ വളരെ ഷോർട്ടാക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം ശ്രോതാക്കൾക്ക് ഏതെങ്കിലും ഒരു നിലക്കുള്ള മടുപ്പ് വരരുത് എന്ന ഉദ്ദേശത്തോടെ. അപ്പോൾ നാം ഈ രീതിയിൽ ഈ മലർന്ന് കിടക്കുന്നത്, അതിനെപ്പറ്റി ഏറ്റവും വലിയ ഡോക്ടറും ഗവേഷകനുമായ ഡോക്ടർ അത്താർ പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ റീസർച്ച് അനുസരിച്ച് അദ്ദേഹം പറഞ്ഞത്, അങ്ങനെ കിടക്കുമ്പോഴേക്ക് വായയിലൂടെ ശ്വസിക്കേണ്ട ഒരു അവസ്ഥ വരും. കാരണം അങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് രണ്ട് താടിയെല്ലുണ്ട്. അതിൽ ലോവർ ജോ താടിയെല്ല് റിലാക്സ് ആയിട്ട് നമ്മുടെ വായ ഓപ്പൺ ആകും, തുറക്കും. അതുകൊണ്ട് പിന്നെ വായയിലൂടെയാണ് കൂടുതലായിട്ടും ശ്വാസം എടുക്കുന്നതും വിടുന്നതും. സത്യത്തിൽ വായയല്ല ശ്വാസം എടുക്കാനും വിടാനും അള്ളാഹു സൃഷ്ടിച്ചത് മൂക്കാണ്. പക്ഷേ ഇതൊരു സപ്പോർട്ടാണ് മൂക്കിൻ്റെ. ചിലപ്പോൾ മൂക്കിന് എന്തെങ്കിലും വല്ല ബ്ലോക്കേജുകൾ, തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ വായയിലൂടെ ശ്വസിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ മൂക്കിൽ ശ്വസിക്കുമ്പോഴേക്ക് അതാണ് ആക്ച്വൽ ശ്വസിക്കേണ്ട ഒരു സ്ഥലം. ആ മൂക്കിൻ്റെ അകത്ത് ഒരുപാട് ഹെയർസുകളുണ്ട്, അതായത് രോമങ്ങളുണ്ട്, പിന്നെ മ്യൂക്കസുകളും ഉണ്ട്. ഇത് ഈ നമ്മുടെ മൂക്കിലൂടെ അകത്തോട്ട് പോകുന്ന ഈ എയറിനെ അത് അവിടെ ശുദ്ധീകരിക്കുന്നുണ്ട്. ശുദ്ധീകരിച്ചിട്ടാണ് അകത്തോട്ട് വിടുന്നത്. എന്ന് മാത്രമല്ല, ഒരു ചെറിയ നിലക്കുള്ള വാം, അതായത് ചെറിയ നിലക്കുള്ള ഒരു ചൂടും നമ്മുടെ ഈ എയർ ആകുന്നുണ്ട്. അങ്ങനെയാണ് ശുദ്ധീകരിച്ച് ചെറിയ നിലക്കുള്ള ചൂടായിട്ടാണ് അകത്ത് പോകേണ്ടത്. നാം ഈ വായയിലൂടെ ശ്വസിക്കുമ്പോഴേക്ക് ഈ അവസ്ഥ, അതായത് അതിനെ ശുദ്ധീകരിക്കുന്ന അവസ്ഥയും ചൂടാകുന്ന അവസ്ഥയും ഉണ്ടാവുകയില്ല. അത് അത്ര നന്നല്ല. ആ നിലക്കന്നെ അകത്തോട്ട് എയർ പോകുന്നത് അത്ര നല്ലതല്ല ഒരിക്കലും. എന്ന് മാത്രമല്ല, അങ്ങനെ ആയാൽ നേരെ നല്ല ശീതകാലത്താണെങ്കിൽ, തണുപ്പുള്ള കാലത്താണെങ്കിൽ നല്ല തണുപ്പുള്ള, അല്ലാത്ത സമയത്തും തണുപ്പുള്ള എയറാണ് അകത്തോട്ട് പോകുന്നത്. കാരണം അവിടെ ശുദ്ധീകരണം നടക്കുന്നില്ല. എന്ന് മാത്രമല്ല, പിന്നെ ഫ്ലൂകളെല്ലാം അകത്ത് പോയിട്ട് അവിടെ വയറ്റിൻ്റെ അകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് മലർന്ന് കിടക്കുന്നത് ഉത്തമമല്ല എന്നാണ് ഗവേഷകർ പറയുന്നത്. കൂടാതെ മലർന്ന് കിടക്കുമ്പോൾ വായയിലൂടെ നാം ശ്വസിക്കുമ്പോൾ നമ്മുടെ മോണ, അതായത് മംഗലാപുരം ഭാഷയിൽ പറയാണ് നിജി എന്ന് പറയുന്നത്, അതിനൊരു ഇൻഫെക്ഷന് വരുന്നുണ്ട്. ഇൻഫെക്ഷന് വരുന്നു എന്ന് മാത്രമല്ല, കാരണം അത് അവരുടെ ഈ മോണ ഡ്രൈ ആകുന്നു, ഉണങ്ങിയാൽ ഇൻഫെക്ഷന് വരുന്നു. കൂടാതെ സ്വെല്ലിങ്സും വരുന്നു, വീക്കങ്ങളും വരുന്നു. അങ്ങനെ ഇൻഫെക്ഷന് വന്നാൽ അവിടെ ക്യാവിറ്റി ഉണ്ടാവാം, രന്ധ്രങ്ങൾ,
അതേപോലെ തന്നെ ജിഞ്ചിവിട്ടി, മോണപ്പഴുപ്പ് ഇങ്ങനെയൊക്കെ ഉണ്ടാകാം. പല്ലുവേദന ഉണ്ടാകാം. പിന്നെ വ്രണങ്ങൾ ആ മോണയിലുണ്ടാകാം. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു. കാരണം ഇത് ഇങ്ങനെ വായിലൂടെ ശ്വസിക്കുമ്പോഴേക്ക് മോണ ഉണങ്ങുന്നു. അതുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത്. മൂക്കിലൂടെ ശ്വസിക്കുമ്പോഴേക്ക് അത്ര പ്രശ്നങ്ങൾ വരുന്നില്ല. ചിലപ്പോൾ അത്യാവശ്യമാണെങ്കിലാണ്, ബ്ലോക്കേജ് പോലെയുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടെങ്കിലാണ് പിന്നെ വായിലൂടെ ശ്വസിക്കേണ്ടത്. അപ്പോൾ പറയുന്നത് എന്താണ്, ബേക്കിൽ ഇങ്ങനെ മലർന്ന് കിടക്കുന്നത് അത്ര ഉചിതമല്ല. പിന്നെ എങ്ങനെയാണ് കിടക്കേണ്ടത് എന്ന് ഇൻഷാ അല്ലാഹു തആല അടുത്ത പാഠത്തിൽ ഞാൻ പറയുന്നതാണ്. പിന്നെ അപ്പോൾ ഖുർആനിലും ഹദീസിലും പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തവും വളരെ യാഥാർത്ഥ്യവുമാണ്. അപ്പോൾ സയൻസിനെ നാം നന്നായി ബഹുമാനിക്കുന്നു. കാരണം ഈ സയൻസിന്, ഈ റീസർച്ചിന്, ഈ പഠനത്തിന് വേണ്ടി ഓരോ രാജ്യങ്ങളുടെ ഗവൺമെൻറ് കണക്കില്ലാത്ത അല്ലെങ്കിൽ കമ്പനികൾ മില്യൺ, ബില്യൺ, ട്രില്യൺ കണക്കിൽ പണങ്ങൾ ചെലവഴിക്കുന്നു. അവർ ഒരുപാട് കാലങ്ങളോളം റീസർച്ച് ചെയ്ത് പറയുന്ന കാര്യങ്ങളാണ്. ഈ റിസർച്ചേഴ്സും അതേപോലെ തന്നെ സയൻറ്റിസ്റ്റും അവർ ഉന്നതരാണ്, അവർ ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. പക്ഷേ എങ്കിലും ചിലപ്പോൾ അത്ര വ്യക്തമായ എക്സാക്റ്റായ റിസൾട്ട് ചിലപ്പോൾ കൊള്ളണം എന്നില്ല. ഒരു പ്രാവശ്യം വന്നില്ല എങ്കിലും പിന്നീട് അത് എക്സാക്റ്റ് റിപ്പോർട്ടുകൾ പിന്നീടുള്ള റിസർച്ചുകളിൽ വരുന്നുണ്ട്. പരിശുദ്ധ ഖുർആനാണെങ്കിൽ പ്രപഞ്ച സൃഷ്ടാവും നിയന്താവുമായ അള്ളാഹുവിൻ്റെ കലാമാണ്. അപ്പോഴേക്ക് അത് വളരെ യാഥാർത്ഥ്യമാണ്. അങ്ങനെ എപ്പിക്ലോട്ടിസ് ചെറുനാക്ക്, അവിടെ എയർ ഫ്ലോയിൽ ചെറിയ ബ്ലോക്കേജുകൾ വന്നു. പിന്നെ എന്താകുന്നില്ല, അങ്ങനെ വന്നാൽ പിന്നെ സ്നോരിങ് വരും. അതായത് കൂർക്കം വലി, മലർന്ന് കിടന്നാൽ കൂടുതലായിട്ടും കൂർക്കം വലി ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ എന്ന് മാത്രമല്ല, പിറ്റന്നാൾ രാവിലെ അവൻ്റെ നാക്കിൽ ഒരു ചെറിയ സൂക്ഷ്മമായ ലെയറുകളും കാണാം. എന്നിട്ടോ ഹലോട്ടോസിസ്, ദുർഗന്ധങ്ങൾ, വായനാറ്റങ്ങളും ഉണ്ടാകാം. അങ്ങനെ അപ്പോൾ ഇതൊന്ന് മനസ്സിലാകുന്നത് അത്ര നല്ലതല്ല. മലർന്ന് കിടക്കുന്നത് എങ്ങനെയെന്ന് നമ്മുടെ പാഠങ്ങൾ ഇൻഷാ അല്ലാഹു തആല ഇനിയും 1-2 പാഠങ്ങൾ ഉണ്ടാവും. അതിൽ വ്യക്തമായിട്ട് ഞാൻ പറയാം. എല്ലാവർക്കും കിടക്കേണ്ട രൂപം എങ്ങനെയെന്ന് അറിയാം. അപ്പോൾ ഇതെന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് നാം നമ്മുടെ കിടത്തങ്ങളുടെ രൂപം കൂടി പഠിച്ചിട്ട് അതുപോലെ കിടക്കണം, നമുക്കിവിടെ സുഖകരമായി ജീവിക്കാൻ വേണ്ടി. ഈ കിടത്തം മലർന്ന് കിടക്കുന്നത് നട്ടെല്ലിനും കൂടി അത്ര നല്ലത് അല്ല എന്നാണ് ഗവേഷണത്തിൽ പറയുന്നത്. അത് നമ്മുടെ കഴുത്തിന് ഒരു ചെറിയ ബെൻഡ് വരും, അതേപോലെ തന്നെ ഊരൻ്റെ ഭാഗത്തും ബെൻഡ് വരും. കുട്ടികളാണ്, അങ്ങനെ നാം ചെറിയ ശിശുക്കളെ കിടത്തുകയാണെങ്കിൽ അവരുടെ തല ഫ്ലാറ്റാവും, അതായത് തല ഒരു പരന്ന അവസ്ഥയിലാകും എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു കുറഞ്ഞ ദിവസങ്ങൾ കിടക്കുന്നത് കൊണ്ട് അല്ല ഈ പറയുന്നത്. അവരെന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത് ഇഫ് ഇറ്റ് ഡൺ ഫോർ എക്സ്റ്റെൻഡ് ഓഫ് ടൈം, ഒരു നീണ്ട കാലം ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ വരാം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ലുംബാർ ഏരിയ, അതായത് നമ്മുടെ ഊരയുടെ ആ ചുറ്റിപ്പറ്റിയുള്ള ഏരിയയിലും ബെൻഡ് വരാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് എന്തുകൊണ്ടും എങ്ങനെയാണ് കിടക്കേണ്ടത്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് കിടന്ന് കാണിച്ച ഒരു രൂപമുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ ഞാൻ അത് വിശദീകരിക്കുന്നതാണ്. അപ്പോൾ ബാക്കിൽ എന്ന് പറഞ്ഞാൽ മലർന്ന് കിടന്നാലും കമിഴ്ന്ന് കിടന്നാലുള്ള അതിൻ്റെ സൈഡ് എഫക്റ്റുകൾ നിങ്ങൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ അത് കേട്ട്
അതുപോലെ ചെയ്യാൻ വേണ്ടി പ്രയത്നിക്കേണ്ടതാണ്. നമ്മുടെ ഇന്നത്തെ കുട്ടികൾക്ക് എങ്ങനെ കിടക്കേണ്ട രൂപങ്ങളെല്ലാം വളരെ കുറവാണ് അറിയുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്ന പലയിടത്തും നാം കണ്ടെടുത്തോളം. അപ്പോൾ അതിനൊക്കെ കുട്ടികൾക്ക് തന്നെ ചെറുപ്പത്തിൽ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിച്ച് അവരെ നല്ല നിലയിൽ വളർത്തേണ്ടതാണ്. കൂടുതൽ മൊബൈലുകൾ നോക്കാതെ അതിലായിട്ട് വ്യാപൃതമാകാതെ അവരുടെ നല്ല ജീവിത രീതിയിൽ വളർത്താൻ വേണ്ടി ശ്രമിക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളുടെ ബാധ്യതയാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നല്ലത് ചെയ്യണം, നല്ലത് പറയണം, ജനങ്ങളെ നല്ലത് പറഞ്ഞ് ധരിപ്പിക്കണം. ഇവിടെ ആർക്കും ഒരു ദ്രോഹമുള്ള ഒരു ചെറിയ കാര്യം പോലും, ഒരു ഉപദ്രവമാകുന്ന ഒരു ചെറിയ കാര്യം പോലും നാം ചെയ്യരുത്. വളരെ ശാന്തിയോടെ സമാധാനത്തോടെ ഇവിടെ ജീവിക്കണം. എല്ലാവർക്കും നല്ലത് ചെയ്യണം. ഇവിടെ നല്ലത് മാത്രം ഉണ്ടാകണം. എല്ലായിടത്തും ശാന്തി ഉണ്ടാകണം. എല്ലാ ജനങ്ങൾക്കും ശാന്തി ഉണ്ടാകണം. അല്ലാഹു തആല ഈ ഭൂമിയെ ശാന്തിയും സമാധാനവും കൊണ്ട് നിറക്കട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.